ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കെ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള PR എക്സൈസിൻ്റെ ഒരു വലിയ കൊടുമ്പിരി ശബ്ദമാണ്. എവിടെ നോക്കിയാലും സർക്കാർ വാഴ്ത്തുകളുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഡിജിറ്റൽ സ്പേസിൽ കൊണ്ടുവരുന്ന അവരുടെ കണ്ടന്റുകൾ വന്നു നിറയുകയാണ് സർവ്വയിടത്തും, പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാന പേജുകളിലും എല്ലാം. അപ്പോൾ സർക്കാർ അതിനുവേണ്ടി വലിയ തോതിൽ പണം ചെലവാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, ആ ചെലവാക്കുന്ന പണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്? അപ്പോൾ പ്രതിപക്ഷം പറയുന്നു സർക്കാർ ഖജനാവിലെ പണം, പൊതുഖജനാവിലെ പണം സർക്കാരിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ധൂർത്തടിക്കുകയാണ് എന്ന്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് എന്തുമാത്രം സാങ്കത്യമുണ്ട്? ഒന്ന്. അപ്പം ഇപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് അത് എന്തുമാത്രം ധാർമ്മികമായി ഉന്നയിക്കാൻ കഴിയും? രണ്ട്. മൂന്ന്, ഈ PR എക്സസൈസ് കൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിനെ കംപ്ലീറ്റ് ആയി മറികടക്കാനും പുതിയ ഒരു അന്തരീക്ഷം, ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാനും സർക്കാരിന് കഴിഞ്ഞോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. എഡിറ്റർ എന്താണ് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്, പൈസ ഇങ്ങനെ ചെലവാക്കുന്നത് അന്യായമാണെന്ന വാദത്തോട് യോജിക്കുന്നുണ്ടോ? രണ്ടാമത്തേത്, ആ ചെലവാക്കുന്ന പണത്തിന്റെ ഇമ്പാക്റ്റ് എഡിറ്റർക്ക് എന്താണ് തോന്നുന്നത്? നിഷാദ്, അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൈസ ചെലവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ്. അതിനുവേണ്ടി ചെലവഴിക്കാൻ പണമുണ്ട് സർക്കാരിന് എങ്കിൽ അത് ചെലവഴിക്കട്ടെ. കാരണം അതിനുവേണ്ടിയുള്ള ഒരു വകുപ്പുണ്ട്, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അത് മറ്റെന്തിനാണ്? ഇപ്പോൾ കേരളത്തിൽ CPM-ന്റെ ഒരു പാർട്ടി സമ്മേളനത്തിന് വേണ്ടിയല്ലല്ലോ ഈ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടിയല്ല, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല. കേരളത്തിൽ ഈ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചിത്രം ജനങ്ങൾക്ക് നൽകാനാണ്. അത് ഒരുപക്ഷെ ആർഭാടമായി നൽകാനുള്ള അവകാശം അത് നടത്തുന്നവർക്കുണ്ടെങ്കിലോ അത് പാടില്ല എന്ന് ഏത് നിയമത്തിലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ PRD-യുടെ അവർക്കൊരു ബജറ്റ് ഉണ്ടല്ലോ, ആ ബജറ്റിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യം. ചിലതൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നു എന്ന് ചോദിക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതെപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എല്ലാം തന്നെ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള സവിശേഷ അധികാരത്തിൽ ഉൾപ്പെട്ട കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ അതിനകത്ത് ഔചിത്യം എന്നൊരു ഘടകം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഒരു ഇടത് സർക്കാരാണ്. ഒരു ഇടത് സർക്കാർ കൊട്ടിഘോഷിച്ച് ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങളും മേളകളും ഉദ്ഘാടന മേളകൾ നടത്തുമ്പോൾ അതിൽ ഒരല്പം നമ്മൾ ക്രിഞ്ച് എന്ന് പറയില്ലേ, അത് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു പ്രയാസം തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പോയി പാറ പൊട്ടിക്കുന്നു എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് സതീശൻ ഉൾപ്പെടെ സൂചിപ്പിക്കുകയുണ്ടായി. ശരിയാണ്, നമുക്ക് അതിനകത്ത് അത്തരം ഒരു തോന്നലുണ്ടായാൽ നമുക്കൊന്നും പറയാനില്ല. സമാനമായ രീതിയിൽ പല കാര്യങ്ങളിലും എന്താ പറയുക, ഒരു അമിതമായ ഒരു സംഗതി കൊണ്ടുവരിക, അത് ഈ പറഞ്ഞ രീതിയിൽ വീഡിയോസ്, സെൽഫി വീഡിയോസ്, അതുപോലെ തന്നെ ഈ റീലുകൾ, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അത് മന്ത്രിമാരുൾപ്പെടെയും നേതാക്കൾ ഉൾപ്പെടെയും എല്ലാവരും തന്നെ കേരളത്തിൽ മുഴുവൻ പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ എന്ന മട്ടിലുള്ള ഒരു പ്രകടനങ്ങളാണ് കാണുന്നത്. അത് വളരെ ഒന്ന് ആത്മവഞ്ചനയാണെന്ന് പറയേണ്ടി വരും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ സത്യസന്ധരാണെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ക്യാൻസർ ചെയ്യാനും കൂടി അവർ തയ്യാറാവണം. ആ ചോദ്യങ്ങൾ ക്യാൻസർ ചെയ്യാൻ തയ്യാറാവണം. വെറുതെ ഇത് എല്ലാം പോസിറ്റീവാണ് എന്ന നിലയിൽ ഇത് തുടരുകയാണ്, ഈ യാത്ര തുടരുകയാണ്, എല്ലാം ഓക്കെയാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് ജനം വിശ്വസിക്കണമെന്നില്ല. നിഷാദ് ചോദിച്ച ഇമ്പാക്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് എത്ര വേണമെങ്കിലും നടത്തിക്കോട്ടെ, പക്ഷേ ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം പൊളിറ്റിക്കലായി ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഒരിക്കലും ഈ PR എക്സസൈസ് കൊണ്ട് കഴിയില്ല എന്ന് 100%. ശരി.